ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈദ്ഗാഹ് എന്ന കഹാനിയുടെ സമ്മറിയാണ് കേട്ടോ. കഹാനി सम्राट श्री മുൻഷി പ്രേംചന്ദ് ജി ദ്വാര ലിഖി ഗയി കഹാനി ഹെ ഈദ്ഗാഹ്. അപ്പൊ ഈദ്ഗാഹ് എന്ന് പറയുന്നത് കഹാനി സമ്രാട്ട് എന്നറിയപ്പെടുന്ന മുൻഷി പ്രേംചന്ദ് ജി എഴുതിയിട്ടുള്ള കഥയാണ്. पिसता हुआ मध्यम वर्ग और किसान की घुटन उनकी अनेक कहानियों के प्रमुख विषय है. बूढ़ी काकी, बड़े घर की बेटी, पूस की रात, कफन आदि उनकी प्रमुख रचनाएं हैं. അപ്പോൾ അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറീസിലെയും ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് മധ്യം വർഗ്, അതായത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കിസാൻ കി ഘുട്ടൻ, അതായത് ഫാമേഴ്സിന്റെ സഫക്കേഷൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ കഹാനിയിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരാറുള്ളത്. ईदगाह कहानी का मुख्य पात्र है हामिद. हामिद 4-5 साल का गरीब सूरत दुबला पतला लड़का था जिसका बाप गतवर्ष हैजे के भेंट चढ़ गया और माँ न जाने क्यों पीली होती होती एक दिन मर गई. അപ്പോൾ ഇനി ഹാമിദിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹാമിദ് ആണ് ഈ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഹമീദ് ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഗരീബ് സൂരത്ത്, അതായത് പുവർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്ന് അവനെ കണ്ടാൽ തന്നെ അറിയാം. ദുബ്ല പത്ല, വളരെ മെലിഞ്ഞ് ക്ഷീണിച്ചിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. അവന്റെ അച്ഛൻ ഗദ്വർഷ് ഹേജയ്ക്ക് ഭേട് ചढ़ ഗയാന്ന് വെച്ചാൽ കോളറ ബാധിച്ചിട്ട് മരിച്ചു. അതുപോലെ തന്നെ അവന്റെ അമ്മ നാ ജാനെ പീലി ഹോത്തി ഹോത്തി ഏക് ദിൻ മർ ഗയി. അപ്പം അമ്മയ്ക്ക് എന്താണ് അസുഖം എന്ന് അതിന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ആളുടെ സ്കിന്നൊക്കെ മഞ്ഞ കളറായി മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ മഞ്ഞപ്പിത്തം ആയിരിക്കാം, പക്ഷെ ഡിസീസ് എന്താന്ന് പറയുന്നില്ല. പിന്നെ വ അപ്നി ബൂഢി ദാദി ആമിന കെ സാത്ത് രഹതാ ഥാ. അവൻ അവന്റെ ദാദി ആയിട്ടുള്ള ആമിനയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ഈദ് മൊഹല്ലെ കെ സബി ലോഗോं के लिए खुशियां लेकर आता था मगर ഇതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മഗർ അപ്നെ എന്നാണ്, അപ്നെ ഗരീബി മേ ദാദി ആമിന കെലിയെ ഈദ് മനാന മുഷ്കിൽ ഥ. അപ്പം അവരുടെ ആ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഈദ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ടൈമായിരുന്നു. പക്ഷെ ഇവരുടെ ഈ ദാരിദ്ര്യം ഉള്ള അവസ്ഥയിൽ ദാദി ആമിനയെ സംബന്ധിച്ചിടത്തോളം ഈദ് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫഹീമൻ के कपड़े सीने पर दादी को 8 पैसे मिले थे जिसमें से 3 उन्होंने हामिद को दे दिए. ഐ എം സോ സോറി അബൌട്ട് ദിസ്. ഇത് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോഴേ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്താണ്. അപ്പൊ ഇതിൽ പല സ്ഥലത്തും ഞാൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, വായിക്കുമ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഹാമിദ് എന്നാണ്, ഉനോനെ ഹാമിദ് കോ ദേ ദിയെ. അപ്പം ഹാമിദിന് 3 പൈസ ദാദി കൊടുത്തു. ദാദിക്ക് ആകെ കൂടെ 8 പൈസയെ കിട്ടിയിട്ടുള്ളൂ. അതിൽ 3 പൈസ ഹാമിദിന് കൊടുത്തു. ഹാമിദ് मोहसिन महमूद नूरे और सम्मी के साथ यही 3 पैसे लेकर मेला देखने गया. അപ്പൊ ഹാമിദിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മൊഹസിൻ, മെഹമൂദ്, നൂറെ, സമ്മി, ഈ കുട്ടികളുടെ കൂടെ ഈദിന്റെ മേള കാണാനായിട്ട് പോയി. മേള എന്ന് പറഞ്ഞ എക്സിബിഷൻ. ബാക്കിയോ കെ പാസ് ഹാമിദ് സെ കൈ ജ്യാദാ പൈസേ थे. മറ്റു കുട്ടികളുടെ കയ്യിൽ ഹാമിദിന്റെ കയ്യിലുള്ളതിനേക്കാളും ഒരുപാടധികം पैसे ഉണ്ടായിരുന്നു. बच्चे रास्ते में बातें करते हुए चलते हैं. मेले में पहुंचकर बच्चे हिंडोला, छरकी, ലക്കടി കെ ഹാത്തി ഘോടെ ആദി ദേഖ്തേ ഹെ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചിട്ട് മേളയുടെ അവിടേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവര് ഹിൻഡോല, ചർക്കി, ലക്കടി കെ ഹാത്തി ഘോടെ, അതായത് ഹിൻഡോല, ചർക്കി എന്നൊക്കെ പറയുന്നത് ഓരോ റൈഡ്സിനെ പറയുന്നതാണ്. അതില് റൗണ്ട് ആയിട്ട് കറങ്ങുന്ന റൈഡ്സിനെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വുഡൻ ആയിട്ടുള്ള ഹാത്തി ഗോഡെ, എലിഫന്റ്സും ഹോഴ്സസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഇവർക്ക് കളിക്കാനായിട്ട് പറ്റും. ഏക് പേസ ദേക്കർ ബാറ്റ് ജാവോ. ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് പേദാന്നല്ല, പേസ എന്നാണ്. ഏക് പേസ ദേക്കർ ബാറ്റ് ജാവോ तो 25 चक्करों का मजा ले सकते हैं. हामिद के अलावा सभी बच्चे उसमें बैठ जाते हैं क्योंकि हामिद अपने कोश का तिहाई जरा सा चक्कर खाने के लिए नहीं दे सकता था. അപ്പോ ഹാമിദ് അല്ലാതെ, ഇവിടെയും ഹാമോഡ് എന്നാണ് ടൈപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, പക്ഷെ അത് ഹാമിദ് എന്നാണ്. ഹാമിദ് ഒഴികെയുള്ള മറ്റു കുട്ടികളൊക്കെ ഈ റൈഡിൽ കയറുകയാണ്.
ചെയ്യുന്നത്. പക്ഷെ ഹാമിദ് അങ്ങോട്ട് നീങ്ങി നിന്നു. കാരണം എന്താന്ന് വെച്ചാല് വ അപ്നെ കോഷ് കാ തിഹായി ജറാ സാ ചക്കർ ഖാനെ കെ ലിയെ നഹീ ദേ സക്താ ഥാ. ഹാമിദിന്റെ കയ്യിൽ ആകെ 3 പൈസയേ ഉള്ളൂ. ആ 3 പൈസയുടെ 1/3 പാർട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട്, സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാമിദിന് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹാമിദ് കയറാതിരുന്നത്. ചർക്കിയും സെ ഉത്തർത്തെ ഹി ബच्चे ഖിലോനെ ലേനെ കെ ലിയെ ജാത്തെ ഹെ. പിന്നെ കുട്ടികൾ ടോയ്സ് വാങ്ങാനാണ് പോയത്. മെഹമൂദ് സിപ്പാഹി ലേത്താ ഹെ, മൊഹസിൻ ബിഷ്തി ലേത്താ ഹെ. മെഹമൂദ് ഒരു സിപ്പാഹിനെ വാങ്ങുന്നു, ഒരു സോൾജിയറിനെ വാങ്ങുന്നു. മൊഹസിൻ ബിഷ്തിനെ വാങ്ങുന്നു. ബിഷ്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. നിങ്ങൾക്ക് +1 +2 ആയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, മഷ്കു അല സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അതിലിങ്ങനെ ഒരാള് ഒരു സ്കൂട്ടറിൽ വെള്ളം വെച്ചിട്ട് വഴിയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്കൊക്കെ വെള്ളം കൊടുക്കും. അതുപോലെ ഇങ്ങനെ തോളില് ഒരു സഞ്ചി അല്ലെങ്കിൽ ഒരു ബോട്ടിലായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന ആളെയാണ് ബിഷ്തി എന്ന് പറയാ. അപ്പോൾ മൊഹസിൻ വാങ്ങിയത് ബിഷ്തിനെയാണ്. നൂറെ വക്കീൽ ലേത്താ ഹെ, നൂറെ ഒരു അഡ്വക്കേറ്റിനെയാണ് വാങ്ങിയത്. ഇതൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടോയ്സ് ആണ് കേട്ടോ. और सम्मी खंजरी लेता है. इसके बाद उन्हें दिखता है मिठाइयों की दुकान. ഇത് കഴിഞ്ഞിട്ട് ഇവർ സ്വീറ്റ്സിന്റെ കടയാണ് കാണുന്നത്. കിസിനെ രേവടിയാ ലീ ഹെ, കിസിനെ ഗുലാബ് ജാമുൻ, കിസിനെ സോഹൻ ഹൽവ. അങ്ങനെ അവർ പലതരത്തിലുള്ള സ്വീറ്റ്സ് വാങ്ങുകയാണ്, ഹാമിദ് ഒഴികെയുള്ള കുട്ടികൾ. मजे से खा रहे हैं. मोहसिन हामिद को लालच देकर उसे छिड़ा भी देता है. അങ്ങനെ മൊഹസിനിടയിൽ ഹാമിദ് നിനക്ക് വേണോന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഹാമിദ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഹാമിദിനെ കളിയാക്കെല്ലാം ചെയ്തിട്ടുണ്ട്. मीठा सेहत के लिए हानिकारक है कहकर ഹാമിദ് എന്നാണ് കേട്ടോ ഇവിടെ. ഉൻസെ അലഗ് ജാക്കർ ഖടാ ഹോത്താ ഹെ. അങ്ങനെ സ്വീറ്റ്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഹാമിദ് അവരുടെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നു. മിഠായിയോ की दुकान के बाद लोहे की चीजें बेचने वाले दुकान थे കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സ്വീറ്റ്സിന്റെ കടകൾ കഴിഞ്ഞിട്ട് മെറ്റൽസിന്റെ സാധനങ്ങൾ വിൽക്കുന്ന, മെറ്റാലിക് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. വഹാ പർ ഹാമിദ് നെ ചിംട്ട ദേഖ. അവിടെ ഹാമിദ് ഒരു ചിംട്ട കണ്ടു. ചിംട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ മറിച്ചിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു സാധനമാണ് ചിംട്ട എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹാമിദ് നെ സോച്ചാ ക്യോ നാ മേ യ ചിംട്ട ഖരീദ് ലൂ. അപ്പൊ ഹാമിദ് ഈ ചിംട്ട കണ്ടപ്പോൾ വിചാരിച്ചു ഞാനിത് വാങ്ങിയാലോ. चिमटा कितने काम की चीज है. रोटियां तवे से उतार लो, चूल्हे में सेक लो, कोई आग मांगने आवे तो झटपट चूल्हे से आग निकाल कर उसे दे दो. അപ്പോൾ ഹാമിദ് വിചാരിച്ചു ഈ ചിംട്ട എന്ന് പറയുന്നത് എത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഈ തവയിൽ റോട്ടി മറിച്ചിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചുടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ആരെങ്കിലും പെട്ടെന്ന് കനല് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ആ കനലെടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം, അടുപ്പിൽ നിന്ന് കനലെടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. अगर मैं यह चिमटा खरीद लूंगा तो दादी की हाथ भी नहीं जलेंगे और वह मुझे यह लाने के लिए दुआएं देगी. അപ്പം ഹാമിദ് വിചാരിക്കുകയാണ് ഞാനിത് വാങ്ങുകയാണെങ്കിൽ ഇനി കുക്ക് ചെയ്യണ സമയത്ത് ദാദിയുടെ കൈ പൊള്ളില്ല. അതുകൂടാതെ ഞാനിത് വാങ്ങി കൊണ്ടുവന്നു എന്നുള്ള സന്തോഷത്തില് ദാദി എന്നെ ബ്ലെസ് ചെയ്യും. ദുആയൻ ദേനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ് ചെയ്യാന്നാണ്. ഹാമിദിനെ दुआएं देना എന്നുള്ളതിന് പകരം ആശീർവാദ് ദേനാന്നും എഴുതാട്ടോ നിങ്ങൾക്ക്. हामिद ने जब चिमटे का दाम पूछा तो दुकानदार ने कहा 6 पैसे, मगर हामिद के पास तो 3 ही पैसे थे. फिर हामिद का उदास चेहरा देखकर दुकानदार ने उसे वही चिमटा 3 पैसों में दे दिया. അപ്പം ഹാമിദ് ചോദിച്ചപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞത് 6 പൈസക്കാണ് ചിമട്ട വിൽക്കുന്നത് എന്നാണ്. പക്ഷെ വിഷമിച്ച് നിൽക്കുന്ന ഹാമിദിനെ കണ്ടപ്പോൾ, ഹാമിദിന് അത് വാങ്ങാൻ അത്രയും ആഗ്രഹം ഉണ്ടെന്ന് കണ്ടപ്പോൾ കടക്കാരൻ ഹാമിദിന് ആ ചിമട്ട 3 പൈസയ്ക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. ഹാമിദ് കെ ഹാത്ത് മേ ഖിലോനോ കി ജഗ ചിംട്ട ദേക്കർ ഉസ്കെ സാത്തി ഉസെ ചിടാനെ ലഗേ കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഹാമിദിന്റെ കയ്യിലെ ടോയ്സിന് പകരം ചിംട്ട കണ്ടപ്പോൾ കൂട്ടുകാർ കളിയാക്കാനായിട്ട് തുടങ്ങി. ഹാമിദ് നെ ചിംട്ടെ കോ ജമീൻ പർ പട്ടക്കർ, ജമീൻ ഒരു സിംഗിൾ വേർഡാണ്. जमीन पर पटक कर कहा जरा अपना बिश्ती जमीन पर गिरा दो, सारी पसलियां चूर चूर हो जाएं. അപ്പോ ഹാമിദ് ഇത് കേട്ടപ്പോ പറഞ്ഞു നീ എന്നാ നിന്റെ ബിഷ്തി ആ താഴേക്കൊന്ന് എറിഞ്ഞേ നോക്കട്ടെ. അപ്പോ അതിന്റെ എല്ലാ മസിൽസും പൊട്ടിപ്പോകുന്നു. മസിൽസിനെയാണ് പസ്ലിയ എന്ന് പറയുന്നത്. അബി
कंधे पर रखा तो यह चिमटा बंदूक हो गया. ഇപ്പൊ എന്റെ ഷോൾഡറിൽ വെച്ചപ്പോൾ ഈ ചിമട്ട ബന്ദൂക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഗണ്ണായിട്ട് മാറി. ഹാത്ത് മേ ലിയ ഫക്കീറോ കാ ചിമട്ട ഹോ ഗയ. കയ്യിൽ വെച്ചപ്പോൾ ഫക്കീറോ കാ ചിമട്ട എന്ന് വെച്ചാലേ ഇതിങ്ങനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും, അതായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാ ഗയ കഴിഞ്ഞിട്ടും ഒരു കോമ ഇടണം കേട്ടോ. ചിമട്ട ബന്ദൂക്ക് ഹോ ഗയ, ഇവിടെ ഒരു കോമ ഉണ്ട്. ഹാത്ത് മേ ലിയ ഫക്കീറോ കാ ചിമട്ട ഹോ ഗയ. मंजीरे का काम ले सकता हूँ, एक चिमटा जमा दूं तो तुम लोगों की सारी खिलौनों की जान निकल जाए. അപ്പം ഈ ഒരു ചിമട്ട എനിക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഒറ്റ അടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ടോയ്സിന്റെയും ജീവൻ പോവും എന്നാണ് പറയുന്നത്. तुम्हारे खिलौने कितना भी जोर लगा ले, मेरे चिमटे का बाल भी बाका नहीं कर सकता. മേരാ ബഹാദൂർ ഷേർ ഹെ ചിമട്ട. അപ്പൊ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും എന്റെ ചിമട്ടേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാൽ ബി ബാക്കാ നെഹി കർ സക്ത എന്ന് പറഞ്ഞ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്. മേരാ ബഹാദൂർ ചിമട്ട ആഗ് മേ പാനി മേ തൂഫാൻ മേ ബരാബർ ഡട്കർ ഖടാ രഹേഗ. അപ്പം എന്റെ ഈ ബഹാദൂർ ചിമട്ട, എന്റെ ഈ ധൈര്യവാനായ ചിമട്ട തീയില്, വെള്ളത്തില്, കൊടുങ്കാറ്റില് എല്ലാത്തിലും ഒരേപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. मोहसिन महमूद और नूरे भी हामिद से एक एक दो दो साल बड़े होने पर भी हामिद के आघातों से आतंकित हो उठे हैं. हामिद फिर से कहने लगा, एक शेर आ जाए तो बिश्ती के चक्के छूट जाएं, सिपाही मिट्टी की बंदूक छोड़कर भागे, वकील साहब की नानी मर जाएं, मुंह छुपाकर जमीन पर लेट जाएं. ഈ മൂഹിന്റെ മുമ്പുള്ള മേ ഇല്ല കേട്ടോ, അതില്ല, മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോ വീണ്ടും ഹാമിദ് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുകയാണ്. എന്താണ്, ഒരു ഷേർ, ഒരു ലയൺ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ബിഷ്തിക്കോ നിന്റെ സിപ്പാഹിക്കോ അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള വക്കീലിനോ ഒന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവരൊക്കെ ഓടി ഒളിക്കും. പക്ഷെ എന്റെ ചിമട്ട, മഗർ യ ചിമട്ട യ ബഹാദുർ यह रुस्तमे हिंद लपक कर शेर की गर्दन पर सवार हो जाएगा और उसकी आंखें निकाल लेगा. അപ്പോ ഹാമിദ് പറയാണ്, പക്ഷെ എന്റെ ചിമട്ട എന്ത് ചെയ്യുന്നറിയോ, ആ സിംഹത്തിന്റെ കഴുത്തിന് കയറി പിടിച്ചിട്ട് അതിന്റെ കണ്ണ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ ടോയ്സിനൊന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്റെ ചിമട്ട എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വീരവാദമാണ് ഹാമിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുണ്ടല്ലോ, ഹാമിദിന്റെ കൂടെയുള്ള മറ്റു കുട്ടികൾ ഹാമിദിനേക്കാളും പ്രായത്തിന് മുതിർന്നതാണ്. എന്നിട്ട് പോലും അവർക്ക് ഹാമിദിന്റെ കൂടെ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മൊഹസിൻ ബി ഹാർ മാനനെ കെ ലിയെ തയ്യാർ നഹീ था. वह कहने लगा, तुम्हारा चिमटा हमेशा जमीन पर रहेगा और उसका मुंह रोज आग में जलेगा. അപ്പൊ മൊഹസിൻ ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. അപ്പൊ മൊഹസിൻ പറയാണ്, നിന്റെ ഈ ചിമട്ട ഉണ്ടല്ലോ എന്നും നിലത്തേക്ക് എടുക്കുള്ളൂ. ജമീൻ പർ രഹേഗ എന്ന് വെച്ചാൽ എന്നും നിലത്തേക്ക് എടുക്കുള്ളൂ. അതുകൂടാതെ എന്നും അതിന്റെ മുഖം അല്ലെങ്കിൽ അതിന്റെ ചുണ്ട് തീയുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അത് ഈ ചിമട്ട അടുപ്പില് യൂസ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. जवाब में हामिद ने कहा, आग में बहादुर ही कूदते हैं, तुम्हारे यह वकील सिपाही और बिश्ती अपने घर में डर कर चुप जाएंगे. आग में कूदना यह काम है जो रुस्तमे हिंद ही कर सकता है. അപ്പൊ ഹാമിദ് വീണ്ടും പറയാണ് ഇതിന് റിപ്ലൈ ആയിട്ട്, അതിനെ തീയോണ്ട് കളിക്കാന്ന് പറഞ്ഞാലേ അതിനൊക്കെ ഒരു റേഞ്ച് വേണം എന്നാ. കാരണം എന്താന്ന് വെച്ചാല് അത് ഈ റുസ്തമെ ഹിന്ദായിട്ടുള്ള എന്റെ ചിമട്ടയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഈ ബിഷ്തിക്കും വക്കീലിനും സിപ്പാഹിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കളിയാക്കിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മേരാ ചിമട്ട बावर्ची खाने में नहीं रहेगा. वकील साहब कुर्सी पर बैठेंगे तो जाकर उन्हें जमीन पर पटक देगा और उनका कानून उनके पेट में ही डाल देगा. അപ്പോ ഹാമിദ് വീണ്ടും പറയാണ്, എന്റെ ചിമട്ട ബാവർച്ചി ഖാനയിലല്ല ഇരിക്കുക. ബാവർച്ചി ഖാന എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. എന്റെ ചിമട്ട എന്നും കിച്ചണിൽ ഇരിക്കാനുള്ള ഒരു സാധനമല്ല. നിന്റെ വക്കീൽ സാഹബ് കസേരയിലൊക്കെ കയറി ഇരുന്നോട്ടെ, എന്നാല് അവിടെ പോയിട്ട് എന്റെ ചിമട്ട നിന്റെ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് ചേർന്ന് വലിച്ച് താഴേക്ക് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ കാനൂൻ എന്ന് പറഞ്ഞ നിയമം, ആ നിയമം എടുത്തിട്ട് അയാളുടെ തന്നെ വയറ്റിലേക്ക് ഇടുന്നാണ് പറയണത്. ഇത് കുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇത്. അത് ഞാനാണ് വലുത്, എന്റെ കയ്യിലുള്ള സാധനമാണ് നല്ലത് എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്.
यह सुनने के बाद सभी बच्चे ഹാമിദ് की बातें मान गए थे. ഇത് കേട്ടപ്പോൾ എല്ലാ കുട്ടികളും ഹാമിദ് പറഞ്ഞത് ശരിയാണ്, ചിംട്ടയാണ് സുപ്രീം ആയിട്ടുള്ളതെന്ന് വിശ്വസിച്ചു കഴിഞ്ഞു. इसके बाद उन लोगों ने अपना खिलौना हामिद को देखने के लिए दे दिया और अपने अपने हाथों में बारी बारी चिमटा भी देखने लगे. അപ്പം അങ്ങനെ അവരിപ്പോ കൺവിൻസ്ഡ് ആണ് ഹാമിദിന്റെ ചിമട്ട നല്ലതാണെന്ന്. അപ്പം എന്ത് ചെയ്തു അവരുടെ ടോയ്സ് ഒന്നൊന്നായിട്ട് ഹാമിദിന് നോക്കാൻ വേണ്ടി കൊടുത്തു. അതേപോലെ തന്നെ ഹാമിദിന്റെ ചിമട്ട അവര് വാങ്ങി നോക്കാനായിട്ട് തുടങ്ങി. बच्चे मेले से लौट गए थे. मोहसिन की छोटी बहन ने दौड़कर बिश्ती उसके हाथ से छीन लिया और मारे खुशी के उछली तो बिश्ती नीचे आ रहे और सुरलोक सिधारे. അപ്പോ എന്താണ്ടായെന്നറിയോ, ഈ മൊഹസിൻ ഈ ടോയ് ആയിട്ട് ബിഷ്തീനായിട്ട് മൊഹസിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരാണ്? മൊഹസിന്റെ അനിയത്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊഹസിന്റെ കയ്യിൽ ടോയിനെ കണ്ടപ്പോ ആ കുട്ടി തുള്ളി ചാടി വന്നിട്ട് ഈ ടോയ് കൈ പിടിച്ചിട്ട് 2 ചാട്ടം ചാടിയപ്പോ എന്തുണ്ടായി, അത് താഴെ വീണ മണ്ണിന്റെ ടോയ് അല്ലേ, അത് പൊട്ടിപ്പോയി. അപ്പൊ അത് അങ്ങനെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ പ്രേംചന്ദിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി വിറ്റിയാണ്, ഫുള്ള് ഒരു തമാശ രൂപേണയാണ് എഴുതിയിട്ടുള്ളത്. ദോനോ കി ലഡായി ദേക്കർ മാനെ ദോ 4 ചാട്ടേ ബി ലഗായി. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് തല്ലുകൂടി കരയാനൊക്കെ തുടങ്ങി. അപ്പൊ അത് കണ്ടപ്പോ അമ്മയുടെ 2 പേർക്കും 2 അടിയും കിട്ടി. नूरे के वकील का अंत उसकी प्रतिष्ठानुकूल इससे ज्यादा गौरवमय हुआ. അപ്പം മൊഹസിന്റെ ടോയിന് എന്ത് പറ്റിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നൂരയുടെ വക്കീലിന് എന്തുണ്ടായിന്ന്. നൂര എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, എന്റെ വക്കീല് ഭയങ്കര വലിയ ആളാണ്, വക്കീലിനെ ഞാൻ എപ്പോഴും ഒരു ചെയറിലൊക്കെ ഇരുത്തുള്ളൂ, നിലത്തൊന്നും വെക്കാനേ പാടില്ല. അപ്പം നൂര എന്ത് ചെയ്തു എന്നറിയോ, दीवार पर वकील साहब के लिए एक सिंहासन ही बनाया गया था. अब नूरे उन्हें पंखे से हवा दे रहा था तो उस हवा से वकील साहब स्वर्गलोक से मृत्युलोक में आ रहे और उनका माटी का ചോല സെപ്പറേറ്റ് വേർഡ് അല്ല കേട്ടോ, ഒറ്റൊരു വേർഡാണ് ചോല, മാട്ടി മേ മിൽ ഗയ. അപ്പം അദ്ദേഹത്തിന്റെ ഈ വക്കീലിനെ എന്ത് ചെയ്തു, ചുമരില് ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു ചെയറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് വക്കീലിനെ അതിൽ വെച്ചതാ. എന്നിട്ട് വക്കീലാവുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണല്ലോ. അതുകൊണ്ട് നൂര എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഫാൻ എടുത്തിട്ട്, ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷറി എടുത്തിട്ട് വക്കീലിന് വീശി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനിയിപ്പം ഈ കാറ്റടിച്ചിട്ടാണോ അത് അറിയാണ്ട് ഈ വിഷറി വക്കീലിരിക്കുന്ന സ്റ്റാൻഡിമേ തട്ടിയിട്ടാണോ എന്ന് അറിയില്ല, വക്കീൽ താഴെ വീണു. മണ്ണിന്റെ ടോയ് അല്ലേ, അതും പൊട്ടി തകർന്നു. അങ്ങനെ വക്കീൽ എന്തായി, അങ്ങനെ സ്വർഗലോകത്തിലെ ഒരു രാജാവിനെ പോലെ ഇരുന്നിരുന്ന വക്കീല് मृत्युलोक പോയി എന്നാണ് പറയുന്നത്. महमूद और उसके 2 भाई अपने सिपाही को टोकरी में रखकर चल रहे थे. टोकरी उसके हाथ से छूटकर गिर पड़ती है और सिपाही अपनी बंदूक लिए जमीन पर आ जाता है और उनकी एक टांग में विकार आ जाता है. ऐसे सिपाही सन्यासी बन गया. അപ്പൊ ഇനി മെഹമൂദിന്റെ സിപ്പാഹിക്ക് എന്ത് പറ്റിയെന്നാണ്. ഈ മെഹമൂദിന്റെ 2 ബ്രദേഴ്സും കൂടിയിട്ട് സിപ്പാഹിനെ ഒരു ടോക്കറി, ഒരു ബാസ്ക്കറ്റില് കുഷ്യനൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ മെഹമൂദിന്റെ കയ്യിൽ നിന്ന് ആ ടോക്കറി താഴെ വീണപ്പോ സിപ്പാഹിയും ബന്ദൂക്കും കൂടി പുറത്തേക്ക് വീണിട്ട് സിപ്പാഹിയുടെ ഒരു ടാങ്ക്, ഒരു കാലൊടിഞ്ഞുപോയി. ആ കാലൊടിഞ്ഞപ്പം ഫൈനലി എന്തായി, ഈ മെഹമൂദിന്റെ സിപ്പാഹി ഒരു സന്യാസിയായിട്ട് മാറി. അപ്പൊ മറ്റു കുട്ടികളുടെ കാര്യമൊക്കെ സമ്മീനെ കുറിച്ചിട്ട് സ്റ്റോറിയിലൊന്നും പറയുന്നില്ല, സമ്മി വാങ്ങിയ സംഭവത്തിന് എന്താണ് പറ്റിയതെന്ന്. അപ്പോ ഇനി ഹാമിദിന്റെ കാര്യമാണ് പറയണത്. ജബ് ഹാമിദ് घर पहुंचा तो उसने खुशी से दादी को चिमटा दे दिया. दादी उसे गले लगाकर रोने लगी. दादी को बहुत खुशी हुई, उसके साथ ही वह बहुत उदास भी थी. അങ്ങനെ ഹാമിദ് വീട്ടിലേക്ക് എത്തിയിട്ട് ദാദിക്ക് ചിമട്ട കൊടുത്തു. ദാദി ആണെങ്കിൽ ഹാമിദിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. ദാദിക്ക് സന്തോഷമുണ്ട്, എന്നാ വിഷമമുണ്ട്. വിഷമിച്ചത് എന്തിനാന്ന് വെച്ചാല് क्योंकि यह बच्चा इतने घंटों से मेले में घूम रहा था, बिना कुछ खाए न पिए और अपने 3 पैसों से वह अपनी बूढ़ी दादी के लिए यह चिमटा लाया है. അപ്പോൾ ഹാമിദ് ഇത്രയും മണിക്കൂറുകളോളം മേലയിൽ നടക്കുകയായിരുന്നു. ഇവനൊരു ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ വയസ്സായ ദാദിക്ക് വേണ്ടിയിട്ട് ഒരു ചിമട്ട വാങ്ങിയിട്ടാണല്ലോ ഈ കുട്ടി വന്നത് എന്ന് ആലോചിച്ചിട്ടാണ് ദാദിക്ക് വിഷമായത്.
यहाँ हामिद एक समझदार लड़का और बूढ़ी दादी एक बच्चे की भांति बन गई है. रोते हुए हामिद को उन्होंने सीने से लगाया. അപ്പോ ഇവിടെ ചെറിയ കുട്ടിയായിട്ടുള്ള ഹാമിദ് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സമജ്ദാർ എന്ന് വെച്ചാൽ മെച്ചുവേർഡ് ആയിട്ടുള്ള. അതുപോലെ ദാദി ആണെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ ഹാമിദിനെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്രയാണ് സമ്മറി. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ സമ്മറി. ഇനി ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയും കൂടി ഒന്ന് വായിച്ചിട്ട് ഞാൻ മീനിങ് പറയുന്നുണ്ട്. കാരണം അതിലത്തെ പോയിന്റ്സും കൂടെ നിങ്ങൾക്ക് കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എഴുതാം. എങ്ങനെ വന്നാല് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എഴുതുക. പിന്നെ ഇനി പറയാൻ പോകുന്ന സമ്മറിയിലെ പാരഗ്രാഫ് അല്ലെങ്കിൽ അതിലത്തെ ഏതെങ്കിലും പോയിന്റ്സ് എടുത്തിട്ട് കൺക്ലൂഡിങ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുക. ഇനി ഇത് കൂടാതെ ഇപ്പൊ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായി, സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ സമ്മറിയിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ വൺ വേർഡിൽ ചോദിച്ചു എന്നിരിക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് ടെക്സ്റ്റിലെ സമ്മറിയാണ്. ईदगाह कहानी में प्रेमचंद ने जहां बालक हामिद और उसके साथियों का बहुत ही स्वाभाविक बाल सुलभ चित्रण किया है, वहीं उन्होंने समाज का भी अत्यंत मार्मिक चित्र खींचा है. അപ്പോൾ ഇവിടെ ഈദ്ഗാഹിലെ പ്രേംചന്ദ് ജി കുട്ടികളുടെ ഇന്നസെന്റ് ആയിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിനൊപ്പം തന്നെ ഒരു സമൂഹത്തിനെ കൂടിയാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. ഹാമിദ് की दादी आमिना एक वर्ग विशेष और गरीबी का പരിചയ देती है और कहानी में मुख्य चरित्र बन जाती है. അപ്പോൾ ഹാമിദിന്റെ ദാദി എന്ന് പറയുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗരീബി की मार से अनभिज्ञ हामिद की ईद के मेले में जाने की जिद और उत्साह के आगे बूढ़ी दादी आमिना बेबस हो जाती है और बड़ी मुश्किल से बालक को मेले में भेजने का उपक्रम करती है. അപ്പം ഈ കുട്ടി ഹാമിദിന് എന്താണ്, അവൻ ചെറിയ കുട്ടിയല്ലേ. അപ്പം വീട്ടിലത്തെ കണ്ടീഷൻസിനെ കുറിച്ചൊന്നും അത്ര അവെയർ ആയിരിക്കില്ല എന്നാണ് ദാദി പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ദാദി ഈ ഗരീബിയുടെ ഇടയിലും ഹാമിദിനെ മേലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നു. ഉപക്രം കർണാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാന്നാണ്. यह सारा घटनाक्रम बहुत मार्मिक है. वही हामिद द्वारा अपनी जेब में 3 पैसे लिए मेले में घूमना और कभी खिलौने तो कभी मिठाइयों को देखकर ललचाना और अंत में अपनी बूढ़ी दादी के लिए चिमटा खरीदना हृदय को छू लेता है. അങ്ങനെ ഹാമിദ് മേലയിൽ 3 പൈസ കൊണ്ട് നടക്കുന്നത്, എന്നിട്ട് ഒരു സാധനം മറ്റ് ഖിലോനെ മിഠായി അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാതെ, അതൊക്കെ വാങ്ങാൻ ഹാമിദിന് കൊതിയുണ്ട് പക്ഷെ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ വാങ്ങാതെ ദാദിക്ക് വേണ്ടി ഒരു ചിമട്ട വാങ്ങുന്നത് വളരെ നമ്മളെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. इतना ही नहीं, दूसरे बच्चों के सम्मुख खिलौनों और चिमटे की तुलना भी कहानी को बहुत जीवंत बनाती है और आखिर में मेले से लौटे हामिद के हाथ में चिमटा देखकर बूढ़ी दादी आमिना द्वारा माथा पीटना, लेकिन फिर बालक हामिद पर ममता उमड़ना, यह सब कहानी को अविस्मरणीय बना देता है. അങ്ങനെ മറ്റു കുട്ടികളുടെ മുന്നിൽ ഈ ചിമട്ടയാണ് വലുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും അവസാനം ഹാമിദ് തിരിച്ച് ചെല്ലുന്ന സമയത്ത് ബൂഢി ദാദി ആമിന ഹാമിദിനെ കെട്ടിപിടിച്ച് കരയുന്നതും ഹാമിദിനെ പ്രതി ദാദിക്ക് സ്നേഹം കൂടുന്നതും ഇതെല്ലാം തന്നെ ഈ ഒരു സ്റ്റോറിയെ അവിസ്മരണീയമാക്കുന്നു. വീഡിയോന്റെ എൻഡിൽ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അടുത്ത വീഡിയോസിൽ മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി റിട്ടേൺ നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. കാരണം ഇത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ടൈമിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, ടൈം കോൺസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പം നെക്സ്റ്റ് വീഡിയോസിൽ മറ്റ് സ്റ്റോറീസിൻ്റെ സമ്മറി ഒക്കെ വരുമ്പോൾ അത് എഴുതിയിട്ടുള്ളതായിരിക്കും, അതിൻ്റെ പിക്ചറായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്ന നോട്ട്സിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഓഡിയോയിൽ കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്.